ഏലത്തിന് 2000 രൂപയും കുരുമുളകിന് 700 രൂപയും താങ്ങുവില പ്രഖ്യാപിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രതിസന്ധി ഘട്ടങ്ങളിലും കർഷകർക്ക് യാതൊരു പ്രയോജനവും ചെയ്യാത്ത കാർഷിക പാക്കേജുകൾ ഇടയ്ക്കിടെ പ്രഖ്യാപിക്കുന്നത് കൃഷിക്കാരോടുള്ള കടുത്ത വഞ്ചനയാണെന്നും ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് കുറ്റപ്പെടുത്തി. 650 രൂപ സീസൺ ആരംഭത്തിൽ ഉണ്ടായിരുന്നു. വിളവെടുക്കാൻ തുടങ്ങി കുരുമുളകിന്റെ വില 510 വന്നു. ഏലക്കയാണി വാങ്ങാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലാണ്. അപ്പൊ ഈ പ്രതിസന്ധി പരിഹരിക്കണം. ഏലത്തിന്റെയും കുരുമുളകും ഇല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ മറ്റ് മേഖലകൾ തേടാൻ കഴിയില്ല. ഏലവും കുരുമുളകുമാണ് ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്. കൃഷിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി അതാണ്. അപ്പൊ ആ രംഗത്ത് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ ദയനീയ പരാജയമാണ്. ഇടുക്കി പാക്കേജ് ഉൾപ്പെടുത്തി ഏലത്തിന് 2000 രൂപയും കുരുമുളകിന് 700 രൂപയും പ്രഖ്യാപിക്കണമെന്നാണ് കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സൂചിപ്പിക്കുവാനുള്ളത്. കൃഷിക്കാരല്ലാതെ മുന്നോട്ട് പോകുകയല്ല. തെരഞ്ഞെടുപ്പുകളിൽ വാഗ്ദാനങ്ങൾ മാത്രമായി പോകുന്ന ഗവൺമെന്റാണ്. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ കൃഷിക്കാരൻ്റെ വരുമാനം ഞങ്ങൾ രണ്ടാമത് കയറിയാൽ ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കൃഷിക്കാരൻ്റെ വരുമാനം 4-1 കുറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് എവിടെയാണ് കൃഷിക്കാരെ സഹായിക്കുന്നത് എന്ന് നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. ഈ ഘട്ടത്തിലെങ്കിലും കൃഷിക്കാർക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുവാൻ 2 ഗവൺമെന്റുകൾ തയ്യാറാകണമെന്നാണ് സൂചിപ്പിക്കുക.